അവിടെ ചെന്ന് ബാറിൽ അതൊരു ഗതികേടല്ലേ, അതൊരു ഗതികെട്ട ഇതാണ്. അവിടെ പോയി ബാറിൽ ഡാൻസ് കളിക്കുക, അതിന്റെ ആവശ്യം എന്തുവാ? ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. പിന്നെ കണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അവര് അത്യാവശ്യം ഫെയിം ഉള്ള ആളാണ്. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ഫേമസ് ആയിട്ട് നിൽക്കുന്നു. ബിഗ് ബോസിൽ പോയി അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ. ബിഗ് ബോസിൽ പോയ കാശ് കിട്ടുമല്ലോ. അങ്ങനെ എന്റെ എല്ലാ മാനവും പോയി. ഉള്ള ഒരാള് അവരുടെ ലൈഫ് അവർ കൊണ്ട് കളയുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതല്ല രേണു ആരാ? രേണു എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ? എന്നിട്ട് ഒരു മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ രേണു പറയുന്നല്ലേ, ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആർട്ടിസ്റ്റ് ആണെന്നും തോന്നുന്നില്ല. സുധി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നോണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാള്. നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായം. അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. സുധി അസൂയപ്പെടാൻ മാത്രം വളർന്നായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. എവിടെ വളർന്നു? വളർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദുബായ് തനിക്ക് തെണ്ടി ജീവിച്ചൂടോ? ദുബായിൽ പോകുന്ന ഒരു വളർച്ചയാണോ? ടിക്കറ്റ് എടുക്കാനും വിസിറ്റ് വിസ എടുക്കാനും ക്യാഷ് ഉണ്ടെങ്കിൽ ആർക്കും പോവാം. അത് വളർച്ച കൊണ്ട് കാശുള്ളവൻ എവിടെയും പോവാം. അല്ലെ ടിക്കറ്റ് എടുത്ത് തരാം. അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും പോവാൻ. ദുബായ് കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം തൽക്കാലം ഇത്രയും മതി. വരട്ടെ.